പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനമാണെന്ന് ഞങ്ങൾക്ക് കേൾപ്പാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന ഈ നിസ്സീമമായ എല്ലാ സഹകരണത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുമായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തിൽ ഒത്തിരി വിഷയങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രതിപാദിപ്പാനിടയായി തീർന്നു. ഇവിടെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 18-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഭാര്യമാരോട് പറയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമായ വണ്ണം കീഴടങ്ങുവിൻ. എഫേസ്യ ലേഖനം 5:22-23 വരുമ്പോൾ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. അപ്പൊ ഭാര്യയുടെ ശരീരമായ ഭാര്യയുടെ രക്ഷിതാവായി, സഭയാകുന്ന ശരീരത്തിന്റെ രക്ഷിതാവായി ക്രിസ്തു സഭയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ഒരു ഭാര്യയുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആ ശരീരത്തിന്റെ രക്ഷ, അതിനെ പരിപാലിക്കുക, അതിനെ കരുതുക, അതിനെ സ്നേഹിക്കുക, അങ്ങനെ ചെയ്യുന്നത് മൊത്തം ഒരു ശരീരത്തിൽ തലയാണ്. അപ്പൊ ഒരു ശരീരത്തിൽ തലയായിരിക്കുന്നത് ശരീരത്തിന്റെ രക്ഷയ്ക്കായിരിക്കുന്നുവെങ്കിൽ ഭാര്യമാരോട് പറയാണ്, നിങ്ങൾ കർത്താവിന് ഉചിതമാകുന്ന വണ്ണം കീഴ്പ്പെടുവാൻ തയ്യാറാകണം. ഇന്ന് കുടുംബജീവിതം എടുത്ത് നോക്കിയാൽ അത് വളരെ പ്രശ്ന സങ്കീർണമാണ്. സമാധാനമില്ല, സന്തോഷമില്ല, നിരാശയായിരിക്കുന്നു, സ്നേഹം ലഭിക്കുന്നില്ല. പലവിധമായ മാനസിക ശാരീരികമായ പ്രശ്നത്തിലൂടെ കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവർ അനുദിനം ഇങ്ങനെ ജീവിതം തള്ളി നീക്കുകയാണ്. വളരെ പ്രയാസത്തോടും ആയാസത്തോടുമായി നിരാശയിലും ദുഃഖത്തിലും ഒക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിന്റെ കാരണം കർത്താവ് വെച്ചിരിക്കുന്ന ഒരു ഓർഡറുണ്ട്. ലേഖനത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് സ്ത്രീയുടെ തല പുരുഷൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ത്രീക്കും, എല്ലാ ഭാര്യമാർക്കും പുരുഷൻ ഭർത്താവ് തലയല്ല. എല്ലാ ഭാര്യമാർക്കും ഭർത്താവ്, എല്ലാ സ്ത്രീകൾക്കും പുരുഷൻ തലയല്ല എന്ന് തിരിച്ചറിയണം. ക്രിസ്തു തലയായിരിക്കുന്ന ഒരു പുരുഷന്, ക്രിസ്തു തലയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ തലയാകാൻ കഴിയാത്തത്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു തലയായിരിക്കുന്ന ഒരു പുരുഷന് മാത്രമേ യേശു ക്രിസ്തു തലയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ യേശു ക്രിസ്തു തലയായിരിക്കുന്ന ഒരു ഭാര്യയുടെ തലയായി ഒരു ഭർത്താവിന് മാറാൻ കഴിയത്തുള്ളൂ. ആമേൻ. 19-ാം വാക്യം വായിക്കുന്ന, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഇപ്പൊ ഭർത്താക്കന്മാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊലോസ്യയിലെ വിശുദ്ധന്മാരെ ഉറപ്പിക്കുകയാണ്. ദൈവസഭയിൽ കുടുംബജീവിതം ദൈവം ആഗ്രഹിച്ചതുപോലെ അല്ല അവിടെ നയിക്കപ്പെടുന്നെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. എങ്ങനെ സ്നേഹിക്കണം? എഫേസ്യർ 5:25 വരുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അപ്പൊ നമുക്ക് ബോധിച്ചതുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് പ്രമാണമില്ല. ഇപ്പൊ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ സ്നേഹം അനുഭവിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, അവരുടെ കരുതൽ നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങൾ കർത്താവിൽ ഉചിതമായതുപോലെ ക്രിസ്തുവിന് ശരീരമായ സഭ കീഴ്പ്പെട്ടതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഭർത്താക്കന്മാരുടെ സ്നേഹം കിട്ടത്തില്ല.
ഹല്ലേലൂയ. ഇന്ന് കുടുംബങ്ങൾ നയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ തലയായിരിക്കുന്നത് ഭർത്താക്കന്മാരല്ല, ഭാര്യമാരാ. സകല തീരുമാനങ്ങൾ എടുക്കുന്നതും നിയന്ത്രിക്കുന്നതും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ കമാൻഡ് ചെയ്യുന്നതെല്ലാം ഒരു 90% ഭവനങ്ങളിലും ഭാര്യമാരാണെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയരെ, ആമേൻ, ദൈവത്തിന്റെ അവകാശങ്ങൾ നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നത്. പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയങ്ങളെ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു നല്ല സൊല്യൂഷൻ ഉണ്ടായിട്ട് തീരുമാനം അവസാനമായി എസ് എന്ന് പറയേണ്ടത് തലയായ ഭർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഓർഡർ തെറ്റി. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇത് തെറ്റിക്കുവാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. ഇപ്പൊ കൊലോസിയിലെ വിശുദ്ധന്മാരുടെ കുടുംബജീവിതം ദൈവം ക്രമീകരിച്ച ക്രമീകരണത്തിനകത്തല്ലെന്ന് കണ്ടപ്പോൾ പരിശുദ്ധമ്മ പറയാണ്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സ്നേഹിപ്പാൻ സ്ഥിതി, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ ഉചിതമായ നിലയിൽ കീഴ്പ്പെട്ട് ഒരു നല്ല ഭാര്യയെന്ന് കർത്താവിന്റെ മുമ്പിൽ തെളിയിക്കാൻ കഴിയാതെ പോയ ഒരവസ്ഥ. ഭർത്താവിന്റെ മുകളിൽ സകലതും നിയന്ത്രിക്കുന്നൊരനുഭവം. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ അല്ല കർത്താവ് നമ്മെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ജീവിതം അനുഭവിക്കുവാൻ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി അതിനകത്താക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ 20ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഭർത്താക്കന്മാരോട് പറഞ്ഞു, ഭാര്യമാരോട് പറഞ്ഞു, ഇപ്പോൾ മക്കളോട് പറയണം, മക്കളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും എന്ത് ചെയ്യണം? അനുസരിക്കണം. ഇന്ന് മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾ വളരെ കുറവാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എഫേസ്യർ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ഇപ്പൊ നോക്കിയേ, ഇന്ന് മക്കൾ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കേണ്ട മക്കൾ ഇന്നത്തെ പോക്ക് എങ്ങനെയാണെന്നറിയാം? മക്കളെ അനുസരിച്ച് മാതാപിതാക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ വീട്ടിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തികളുടെ തീരുമാനത്തിനാണ് ആ വീട്ടിലുണ്ടായിരുന്ന സകല ആൾക്കാരും ചലിക്കുന്നത്. ആ പ്രായമുള്ള വ്യക്തി എടുക്കുന്ന തീരുമാനത്തിനൊത്തവണ്ണം കുടുംബത്തിലെ എല്ലാവരും അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ, എന്തെങ്കിലും ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി വീട്ടിലെ പ്രായമുള്ള അപ്പച്ചൻ തന്നെയാണ്. അപ്പൊ വീട്ടിൽ പ്രായമുള്ള അപ്പച്ചന്റെ താല്പര്യത്തിനാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതെല്ലാം അപ്പച്ചന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം. ഇന്ന് അങ്ങനെയല്ല. 1 വയസ്സും 2 വയസ്സും 3 വയസ്സും 4 വയസ്സൊക്കെയുള്ള മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇന്ന് വീട്ടിൽ എന്ത് കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, തലതിരിവ് നോക്കിയേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ കൊലോസിലെ വിശുദ്ധന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ കീഴ്പ്പെട്ടിരിക്കാൻ കഴിയാത്തത് ദൈവാത്മാവ് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് സ്നേഹിക്കാൻ കഴിയാതെ പോയതും ദൈവം കണ്ടിട്ട് അവരെ ക്രമീകരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാണ്, മക്കളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കണം. അനുസരണം ഇന്ന് തലമുറകൾക്കില്ലാത്തൊരവസ്ഥയായി തീർന്നു. ഒരു കുത്തഴിഞ്ഞ പുസ്തകത്തിന്റെ താളുകൾ ഒരു കാറ്റ് വരുമ്പോൾ പാറിപ്പറക്കുന്നത് പോലെ, ഒരു പട്ടം ഉയർത്തിക്കഴിയുമ്പോൾ ആ പട്ടം നിയന്ത്രിക്കുന്ന വ്യക്തിയിൽ നിന്നും അതിന്റെ നൂല് വിട്ടുപോയാൽ
ആ പട്ടം കാറ്റിന്റെ ഗതിക്കൊത്തവണ്ണം അത് സഞ്ചരിക്കുന്നത് പോലെ ഇന്ന് കുടുംബങ്ങളിലായിരിക്കുന്ന തലമുറകൾ അവർക്ക് ബോധിച്ചതുപോലെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നടക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സിസ്റ്റത്തിനകത്ത് നിന്ന് അവർ പുറത്തുപോയി. ഹല്ലേലൂയ. ദീർഘായുസ് കൊണ്ട് തലമുറ നിൽക്കണമെങ്കിൽ, അവർ നന്മ പ്രാപിക്കണമെങ്കിൽ, ഇന്ന് നോക്കി കാലഘട്ടത്തിൽ ആയുസ്സെത്താതെ മരിക്കുന്ന വ്യക്തികളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചെറുപ്രായത്തിൽ മരണത്താൽ മാറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളെ എടുത്ത് നമ്മൾ പഠിച്ചാൽ കാണുവാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആമേൻ തന്റെ ജനത്തിന്റെ നടുവിലുള്ളവരാണ് ഏറ്റവും ചെറുപ്രായത്തിൽ ഇപ്പോൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അവർ ദൈവിക ക്രമീകരണത്തിനകത്തല്ല, അവർ അവരുടെ മാതാപിതാക്കളെ സകലത്തിലും അനുസരിക്കാതെ വണ്ണമായിരിക്കുന്നു. അവർക്ക് ബോധിച്ചതുപോലെ മാതാപിതാക്കൾ അവരോടൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ അവർ മാതാപിതാക്കളെ തിരസ്കരിക്കുന്ന ഒരു അനുഭവമാണ്. അതിന്റെ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചെറുപ്രായം മുതൽ മാതാപിതാക്കൾ മക്കളുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയിൽ വന്ന വീഴ്ചയാണ് അവരെ ആത്മീയമായി ദൈവവചന പ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കഴിയാതെ പോയതുകൊണ്ട് എന്തു സംഭവിച്ചു? അവർ ദൈവികമായ ക്രമീകരണത്തിനകത്ത് നിലനിൽക്കാതെ ലോകത്തിന്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കട്ടെ? ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, അടുത്ത് ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിക്കും. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. നോക്കിയേ, ഞാനിവിടെ നിർത്തി സംസാരിക്കുന്നില്ല, ഒത്തിരി നേരം നിന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പൊ ജഡപ്രകാരമുള്ള നിങ്ങളുടെ യജമാനനെ സകലത്തിലും അനുസരിക്കണം. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല. അപ്പൊ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന നിലയിലാണ് മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് കർത്താവിനെ ബഹുമാനിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത്. അപ്പൊ നാം ഒരാളെ അനുസരിക്കണമെങ്കിൽ അത് ആ വ്യക്തി നമ്മളോട് ചെയ്ത നല്ല പ്രവൃത്തി കൊണ്ടല്ല നാം ആ വ്യക്തിയെ അനുസരിക്കേണ്ടത്. ആ വ്യക്തി നിങ്ങളോട് എങ്ങനെയും ആയിരിക്കട്ടെ, പക്ഷെ കർത്താവ് പറയുന്നു നിങ്ങൾ അനുസരിക്കേണ്ടത് കർത്താവിലുള്ള നിങ്ങളുടെ ബഹുമാനം നിമിത്തം ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ അനുസരിക്കണം. ഹല്ലേലൂയ. നോക്കിയേ, ഇപ്പൊ നമ്മൾ അപ്പനെയാകട്ടെ അമ്മയാകട്ടെ നിങ്ങളെക്കാൾ മുതിർന്നവരാകട്ടെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരാകട്ടെ ആരെയുമാകട്ടെ, നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നിങ്ങളുടെ സുപ്പീരിയർ ഉദ്യോഗസ്ഥന്മാരാകട്ടെ ആരെയുമാകട്ടെ, നിങ്ങൾ അനുസരിക്കാൻ വിധേയപ്പെട്ട ഒരു കർത്താവിന്റെ പൈതലാണെങ്കിൽ യേശു പറയുകയാണ്, നിങ്ങൾ കർത്താവിനെ ഭയപ്പെട്ട്, അതിന്റെ ശരിയായ അർത്ഥം ഭയപ്പെടുക എന്നുള്ളതല്ല, ബഹുമാനിക്കുന്ന കർത്താവിനെ ബഹുമാനിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഏകാഗ്രതയോടെ അത്രേ നിങ്ങൾ അനുസരിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിന്റെ നമുക്കായി പിതാവ് കർത്താവിൽ ഒരുക്കിയിരിക്കുന്ന അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഭൂമിയിൽ പ്രാപിപ്പാൻ കഴിയുന്നില്ല. നിങ്ങൾ നോക്കിയേ, അകാലത്തിൽ ജീവിതം തീർന്ന് മരണത്താൽ മാറ്റപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ നോക്ക്. ഇന്ന് ഭക്തന്മാരായ വ്യക്തികൾ മരിച്ചു മാറ്റപ്പെടുന്നവരെ നോക്ക്. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ 90% അവർ പ്രാപിക്കാതെയാ പോകുന്നത്. കാരണം ഈ പറയുന്ന ക്രമീകരണങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. 23-ാമത്തെ വാക്യം, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവേ.
കണ്ട, അപ്പൊ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതാ? ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ഉചിതമായി കീഴ്പ്പെടണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. മക്കൾ തന്റെ അമ്മയപ്പന്മാരെ സകലത്തിനും അനുസരിക്കണം. പിതാക്കന്മാർ മക്കളെ കോപിപ്പിക്കാതെ നോക്കണം. ദാസന്മാർ യജമാനന്മാരെ സകലത്തിലും അനുസരിക്കണം. ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യരോടെന്ന ബന്ധത്തിലല്ല. നിങ്ങൾ നിങ്ങളുടെ അപ്പനോടോ നിങ്ങളുടെ ഭാര്യയോടോ നിങ്ങളുടെ ഭർത്താവിനോടോ നിങ്ങളുടെ മക്കളോടോ നിങ്ങളുടെ യജമാനോടോ നിങ്ങൾ ചെയ്യുന്നു എന്ന നിലയിലല്ല ചെയ്യേണ്ടത്. കർത്താവിനെന്നതുപോലെ നിങ്ങൾ മനസ്സോടെ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ഭാര്യയെ തീരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനല്ല, ഞാൻ എൻ്റെ ഭർത്താവിന് കീഴ്പ്പെടുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനാണ് കീഴ്പ്പെടുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയല്ല, ഞാൻ എൻ്റെ കർത്താവിനെയാണ് സ്നേഹിക്കുന്നത്. അമ്മയപ്പന്മാരെ മക്കൾ അനുസരിക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ അമ്മയപ്പന്മാരെ അല്ല, ഞാൻ യേശു കർത്താവിനെയാണ് അനുസരിക്കുന്നത്. ഞാൻ മക്കളെ കോപിപ്പിക്കാതെ കൊണ്ട് അവരെ പരിപാലിക്കുന്നത്. ഞാൻ മക്കളെ അല്ല, ഞാൻ കർത്താവിനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ യജമാനെ സകലത്തിലും അനുസരിപ്പാൻ ഞാൻ ഇടയാകുന്നത്. ഞാൻ യജമാനെ അനുസരിക്കുകയല്ല, ഞാൻ യേശുവിനെ അനുസരിക്കുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ. അപ്പൊ മനുഷ്യർക്കെന്ന നിലയിലാണ് ഇന്നത്തെ എല്ലാ ഡീലിങ്സും നടക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഞാൻ തോമാച്ചന് ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, ഞാൻ കറിയാച്ചന് ഇന്ന കാര്യം ചെയ്തു, ഇന്ന് മറിയാമ്മയ്ക്ക് ഞാൻ 5 കിലോ അരി വാങ്ങിച്ചു കൊടുത്തു, ഇന്ന് ഞാൻ ആ വീട്ടിൽ പോയി അവരുടെ ദുഃഖത്തിൽ അവരോടുകൂടെ പങ്കുചേർന്നു. നമ്മൾ ചെയ്യുന്നതൊക്കെയും വ്യക്തികളോടുള്ള ബന്ധത്തിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവകാശം എന്ന പ്രതിഫലം ലഭിക്കാത്തത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ കൊടുത്താൽ നിശ്ചയമായും നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന നാമത്തിൽ അല്ലാതെ കൊടുക്കുന്നതെല്ലാം മാനുഷികമാണ്. അതിൽ ദൈവത്തിന് ബന്ധമില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തു എന്ന നാമത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കട്ടെ, ഭർത്താവിന് കൊടുക്കട്ടെ, ഭാര്യയ്ക്ക് കൊടുക്കട്ടെ, നിങ്ങൾ ആർക്ക് എന്തും കൊടുക്കട്ടെ. എന്ത് കൊടുത്താലും അത് വൈകാരികമായിട്ട്, സാമ്പത്തികമായിട്ട്, മാനസികമായിട്ട്, ഭൗതികമായിട്ട് എന്തു കൊടുത്താലും അതെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞിട്ടാണെങ്കിൽ അതിനെല്ലാം ഒരു പ്രതിഫലം നിങ്ങളുടെ മേലുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് ആർക്കാ? യേശു ക്രിസ്തുവിന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കത്തുള്ളൂ. നിങ്ങൾ കൊടുക്കുന്നത് മനുഷ്യർക്കാണെങ്കിൽ, ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിലൊരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടൊരു കുടുംബത്തിലെ ഒരു ഫാമിലി ചർച്ചിൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മോള് ഭയങ്കര അവസ്ഥയായിരിക്കുന്നു, ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, അവളുടെ പെടലി തൊട്ട് താഴേക്ക് തളർന്നു പോകും, ഞങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു. ഞാൻ ഉടനെ പറഞ്ഞു, ഞങ്ങളിപ്പോൾ സഭയായിട്ട് പ്രാർത്ഥനയിലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നു. നിങ്ങൾ ദൈവത്തോടെടുത്ത തീരുമാനങ്ങൾ നിവർത്തിക്കാമെന്ന് നിങ്ങൾ ദൈവസേനയിൽ പുനഃപ്രതിഷ്ഠിച്ചാൽ നിങ്ങൾ ഞങ്ങളോടുകൂടെ മുട്ടുമടക്ക്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് അവരുടനെ എന്ത് ചെയ്ത് സ്കാൻ ചെയ്യാനൊന്നും പോയില്ല, അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. 3 ദിവസക്കാലം ഞങ്ങളോടുകൂടെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഇനി കൊച്ചിന് ഒരിക്കലും ഒരു കുഴപ്പമില്ല. അന്ന് ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുക. ഇവർ കർത്താവിന്റെ വേല ചെയ്തോളാം, കർത്താവിന് വേണ്ടി ജീവിച്ചോളാം എന്നൊക്കെ സമർപ്പിച്ചിട്ട് അതിൽ നിന്നെല്ലാം തെറ്റി ലോകപ്രകാരം ഇങ്ങനെ നടക്കുകയാണ്. 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഇവർ നേരെ ഡോക്ടർ പറഞ്ഞ പ്രകാരം സ്കാൻ ചെയ്ത് റിപ്പോർട്ടുമായി ഡോക്ടറെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ 3 ദിവസം കൊണ്ട് ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചേ? അപ്പൊ ഇവര് ചെന്താ ഡോക്ടറെ, അല്ല, നിങ്ങൾ ഇവിടെ എന്നെ വന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡിഫക്റ്റും ഇപ്പോൾ ഈ കുട്ടിക്കില്ല. അവര് മടങ്ങി വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തിക്ക് നന്ദി. അവരെന്റെ കയ്യിലൊരു സ്തോത്ര കാഴ്ച. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എന്തിനാ ഈ പൈസ? അല്ല പാസ്റ്ററെ, ഞങ്ങൾ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെന്റിന് പോയിരുന്നെങ്കിൽ
ഇതെല്ലാം ആ ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് പോകാതെ കർത്താവ് അത് സൗഖ്യമാക്കിയാൽ ഇത് ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ളതല്ല, ഈ നന്മ മൊത്തം കർത്താവിനുള്ളതാ. അവർ നിർബന്ധിച്ചപ്പോൾ അവരുടെ ആ വിഷൻ, അവരുടെ ആ കർത്താവിനുള്ള ആ പ്രതിബദ്ധത കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാനത് പ്രാർത്ഥിച്ചു, വാങ്ങിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ ചെലവിട്ടു. ഞാൻ പറഞ്ഞത് ഇവിടെ നോക്കിയേ, ദൈവത്തിന്റെ കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അവരെന്ത് ചെയ്തു? 3 ദിവസക്കാലം ഞാൻ അവരോട് പറഞ്ഞ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് അവർ ദൈവസേനയിൽ അവരുടെ ജീവിതത്തിലെ തെറ്റുകളെ ക്രമീകരിച്ചിട്ട് അവർ ദൈവത്തോടുകൂടെ ചെലവിട്ടപ്പോൾ അവരെ അലട്ടിയ കുഞ്ഞിന്റെ രോഗത്തിൽ നിന്ന് സ്വർഗം അവരെ വിടുവിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് ദൈവത്തോടുള്ള ബന്ധം, ആ പ്രതിബദ്ധത, ആ സ്നേഹം വർദ്ധിച്ചപ്പോൾ അവർ ആ ട്രീറ്റ്മെന്റിനായി ഉപയോഗിക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് നന്മയും അവർ ദൈവവേലയ്ക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞിട്ട് സാരാംശം ഇതാണ് പ്രിയരെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ആർക്ക് ചെയ്യണം? നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം വേവിച്ചിട്ട് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ അടുക്കള ഒരിക്കലും ശൂന്യമാകത്തില്ല. നിങ്ങൾ ഓരോ നന്മയും നിങ്ങൾ അനുഭവിക്കുമ്പോൾ, നിങ്ങൾ ആ പൈസ എടുത്ത് ചെലവാക്കുമ്പോൾ അവൻ യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെലവാക്കുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എപ്പോഴും നന്മയുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയുന്നതിന്റെ സാരാംശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നാം ചെയ്യുന്നത് എന്താണ്? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ അത് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയരുതെന്നാണ്. സ്തോത്രം. ഇന്ന് ദൈവജനം അനുഗ്രഹിക്കപ്പെടാത്ത അല്ലെങ്കിൽ അവകാശങ്ങൾ പ്രാപിക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം അവർ ചെയ്ത പ്രവൃത്തിയുടെ മഹത്വം അവർ തന്നെ എടുക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയാണ് 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന അല്ല കർത്താവിനെന്ന പോലെ മനസ്സോട് ചെയ്യുവിൻ എന്ന് 23 പറഞ്ഞിട്ട് പറയാണ്, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവ് യേശുവിനെ സേവിപ്പിൻ. കണ്ട, അപ്പൊ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്താൽ നിശ്ചയമായും അവകാശം എന്നൊരു പ്രതിഫലം നിങ്ങൾക്കുണ്ടായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, എന്നിട്ട് കർത്താവ് പറയുന്നു 25-ാം വാക്യം, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തവണ്ണം പ്രാപിക്കും, മുഖപക്ഷമില്ല. കണ്ട, അപ്പൊ മുകളിൽ പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് ന്യായമല്ല, അന്യായമാണ്. അപ്പം ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് കീഴ്പ്പെടാതെ വണ്ണവും നിങ്ങൾ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാതെ വണ്ണവും മാതാപിതാക്കളെ സകലത്തിലും അനുസരിക്കാതെ വണ്ണം മക്കളായിരിക്കുകയും ആമേൻ പിതാക്കന്മാർ മക്കളെ കോപിപ്പിക്കുന്ന നിലവാരത്തിൽ വരികയും ആമേൻ യജമാനന്മാരെ അനുസരിക്കാതെ വണ്ണം ദാസന്മാർ ആമേൻ ആയിരിക്കുന്നവർ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് പറയുന്നു, നിങ്ങൾ ചെയ്ത അന്യായത്തിനൊത്തവണ്ണം നിങ്ങൾ പ്രാപിക്കും, കർത്താവ് തരുമെന്ന് പറഞ്ഞ അവകാശം എന്ന പ്രതിഫലം നമുക്ക് ലഭിക്കാതെ പോകുന്നു. ഹല്ലേലൂയ. ഇത് കൊലോസിലെ വിശുദ്ധന്മാരിൽ ദൈവം കണ്ടിട്ട് അവരെ ഉറപ്പിക്കുക മാത്രമല്ല ദൈവസഭയിലേക്ക് ഈ ദൂത് കൈമാറുകയാണ്. ആമേൻ. റോമാലേഖനം 2:15 പറയുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. ഇപ്പൊ മുഖപക്ഷമില്ലാത്ത ദൈവം നിനക്കായി വെച്ചിരിക്കുന്ന അവകാശം തരാൻ വിശ്വസ്തനാണ്. പക്ഷേ ഒറ്റ കണ്ടീഷൻ, ദൈവം നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞതെല്ലാം നിങ്ങൾ അതുപോലെ ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ തന്നെ ഒരുക്കിയെടുക്കണം. ആമേൻ, ഹല്ലേലൂയ. 1 പത്രോസ് 1:17 വരുമ്പോൾ മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം. അപ്പൊ മുഖപക്ഷമില്ല. നാം എന്ത് പ്രവർത്തിക്കുന്നോ അതിന് തക്കവണ്ണമാണ് നമ്മൾ പ്രാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മെ വിലയിരുത്തി നോക്കിക്കേ. കൊലോസിലെ വിശുദ്ധന്മാരോട് ദൈവം പറഞ്ഞതുപോലെയാണോ ഇന്ന് നമ്മുടെ ജീവിതം? ഏറ്റവും കൂടുതൽ കുടുംബജീവിതം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഡിവോഴ്സ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഹല്ലേലൂയ. കാരണം എന്താ? ദൈവവചനം പറയുന്നത് പോലെ അവരുടെ ജീവിതം അവർ നയിക്കുവാൻ തയ്യാറാകാതെ വണ്ണം ചെയ്യുന്നതൊക്കെയും
കർത്താവിനെന്നതുപോലെ മനസ്സോടെ ചെയ്യാൻ കഴിയാതെ വണ്ണം. സ്തോത്രം. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഒരു സഹോദര തുല്യമായി ഞാൻ കരുതുന്ന എൻ്റെ ഒരു സുഹൃത്ത് കാനഡയിൽ ഫാമിലിയായിട്ട് സെറ്റില്ല. പുള്ളി അവിടെ ഒരു പരീക്ഷ എഴുതിയാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഭയങ്കര ടെൻഷനാ, അറിയത്തില്ല എങ്ങനെയൊക്കെയാവും. ഞാനപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ഒന്നും ഭാരപ്പെടണ്ട, കർത്താവ് നിങ്ങളെ കൊണ്ട് എഴുതിക്കും. നിങ്ങൾ എന്തിനാ ടെൻഷൻ പിടിക്കുന്നത്? ഈ പരീക്ഷ എഴുതണമെന്നുള്ളതും ജയിക്കണമെന്നുള്ളതും കർത്താവിൻ്റെ വില്ല. നിങ്ങൾ അതിനെ തിരിച്ചറിയാൻ പറഞ്ഞു. എന്നും എന്നെ വിളിക്കുകയും ഞാൻ പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്നലെ അവരുടെ പരീക്ഷയായിരുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് എന്നെ വിളിച്ചു. ഞാൻ പുള്ളിയോട് ഇഷ്ടത്വം കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, പേടിക്കണ്ട, കർത്താവ് എഴുതിക്കോളും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിട്ടു. പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പാസ്സായി, നല്ല വിജയം കിട്ടി. എങ്ങനെയെന്നറിയത്തില്ല, ദൈവമെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല സാർ. അപ്പം ഞാൻ ചോദിച്ചു, ഇനി പേടിയില്ല? ഇനി ഒരിക്കലും എനിക്ക് പേടിയില്ല. കാരണം ദൈവം ചെയ്യിക്കുമെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ദൈവത്തിന്റെ ബദലേ നിങ്ങൾ ചെയ്യുന്നത് എല്ലാം കർത്താവിനെന്നതുപോലെ മനസ്സോട് ചെയ്യുവേ. എന്നാൽ അവകാശം എന്ന പ്രതിഫലം നിങ്ങൾക്ക് തരും. കർത്താവിന് മുഖപക്ഷമില്ല. നിനക്കായി ദൈവം മാറ്റിവെച്ചത് മറ്റൊരാൾക്ക് കാലാന്തരത്തിൽ എടുത്തു കൊടുക്കുന്ന ഒരു പിതാവിനെയല്ല നീ സേവിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ വെച്ചിരിക്കുന്നത് അവരുടെ പ്രവൃത്തി ദോഷം ശരിയല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തെന്നിരിക്കും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, നിനക്കായി അവൻ വെച്ചിരിക്കുന്നത് അത് നിനക്ക് മാത്രമാണ്. എപ്പോൾ നീ കർത്താവ് പറയുന്നത് പോലെ ജീവിച്ചു തുടങ്ങുന്നുവോ അപ്പോൾ അത് നിന്റെ മേൽ വരികയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പിന്നാലെ വരുന്നു. ഞാനത് തേടിപ്പോയില്ല, ഞാൻ കർത്താവ് പറഞ്ഞതുപോലെ ജീവിച്ചപ്പോൾ. അവകാശം എന്ന പ്രതിഫലം ദാവീദിന്റെ അടുക്കിലേക്ക് വന്നുവെങ്കിൽ, സ്തോത്രം, ഞാനൊരു ദൂത് പറയാം. അപ്പനും അമ്മയും സഹോദരങ്ങളും പ്രയോജനമില്ലെന്ന് വിധി എഴുതി ആടുകളെ മേയ്പ്പാൻ പറഞ്ഞയക്കപ്പെട്ട ദാവീദ്, സ്തോത്രം, ആടുകളുമായി വനാന്തരങ്ങളിൽ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദാവീദിനെ കുറിച്ച് പരിശുദ്ധാത്മ പറയുന്നത് അവൻ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, അവൻ അപ്പന്റെ ആടുകളെ മേയിക്കുമ്പോഴും 24 മണിക്കൂറും അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. സ്തോത്രം. അവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു കൊണ്ടിരുന്നു. എന്താ സംഭവിച്ചത്? സമയമായപ്പോൾ അവകാശം എന്ന പ്രതിഫലം അവന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ രാജ്യമെല്ലാവരും ആദരിക്കുന്ന നിലയിൽ, ആമേൻ, യോഗ്യന്മാർ പലത് നിൽക്കെ അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്വർഗത്തിലെ തമ്പുരാൻ നിന്ദിച്ച അപ്പന്റെയും അമ്മയുടെയും തള്ളിക്കളഞ്ഞ സഹോദരന്മാരുടെയും നടുവിൽ അവനെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ഇസ്രായേലിന്റെ രാജാവായി അവനെ അഭിഷേകം ചെയ്യുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ ഈ പറയുന്ന അമേസ്തത്വം തിരുവചനത്തിലെ ദൂത് ആരോടൊക്കെ ദൈവാത്മ സംസാരിക്കുകയാണ്. ആമേസ്തത്വം കൊലോസിലെ വിശുദ്ധന്മാരെ ദൈവം പറഞ്ഞതുപോലെ, നിങ്ങൾ ആ പറഞ്ഞതുപോലെ ആമേസ്തത്വം നിങ്ങളായിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും നിങ്ങളോട് കൈമാറിയ സകല വാഗ്ദത്തങ്ങളും ആമേസ്തോത്രം അവകാശം എന്ന പ്രതിഫലം തരുവാൻ കർത്താവ് വിശ്വസ്തൻ. എത്ര പേരെന്ന് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും അനുഗ്രഹപൂർണമാണ്, ഏറ്റവും ഉയർന്ന നിലവാരമുള്ളതാണ്. ഇതിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കണം. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരിച്ചാൽ അത് ലോകത്തെ പ്രതിനിധീകരിക്കുന്നവർ ചിന്തിക്കുന്ന ചിന്തകളാണ്. അതുകൊണ്ടാണ് നമുക്കൊന്നും പറ്റാത്തത്. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ ജീവിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടേത് അവൻ രാജാതി രാജാവാണ്. അവൻ സമ്പന്നതയുടെ പൂർണ്ണതയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ഇന്ന് പകൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്നതുപോലെ മനസ്സോടെ ചെയ്യുക. നിങ്ങൾ വീട്ടിൽ ആമേൻ അനുദിന കാര്യങ്ങൾ അമ്മയപ്പൻ പറയുന്നത് പോലെ, മാതാപിതാക്കൾ പറയുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ
നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വീടിന് വേണ്ടിയല്ല, നിങ്ങളുടെ അമ്മയപ്പന്മാർ പറഞ്ഞിട്ടല്ല, അത് കർത്താവിനാണെന്ന ബോധ്യത്തോട് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് അവിടെ നിന്ന് ഉയരും. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ജോലികളല്ല, ആമേൻ, അതെനിക്ക് വേണ്ടിയല്ല, എന്നെ ആ ജോലിക്കായി ആക്കിയിരിക്കുന്നത് കർത്താവാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ കർത്താവിന് വേണ്ടിയാണെന്ന ബോധ്യത്തോട് ചെയ്യാൻ തുടങ്ങിയ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹപൂർണമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് ആമേ നമുക്ക് വേണ്ടതെല്ലാം പിതാവാം ദൈവം കർത്താവിൽ നിവർത്തിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. ആമേൻ. ദൈവം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ നിവർത്തിപ്പാൻ അവൻ ശക്തൻ. ആയതിനാൽ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിന്റെ സത്യങ്ങൾക്കൊത്തവണ്ണം നമ്മുടേതായ എല്ലാ നീതിബോധങ്ങളെയും പൊളിച്ചു കളഞ്ഞിട്ട്, നമ്മുടേതായ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും വിട്ടുകളഞ്ഞിട്ട് കർത്താവിന്റെ തിരുവചനത്തിന്റെ വെളിപ്പാടുകൾ കൊത്തവണ്ണം ജീവിക്കുവാൻ നിങ്ങൾ ഇന്ന് പകൽ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും മാറ്റമില്ലാത്തവണ്ണം നിങ്ങളെ ഒരു ദൂത് ഉറപ്പിച്ചു പറയുകയാണ്, അവകാശമെന്ന പ്രതിഫലം നിങ്ങൾക്ക് നിശ്ചയമായും ലഭിക്കും. ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിന്റെ നാളിൽ എടുക്കപ്പെട്ടതിന് ശേഷം ലഭിക്കുന്ന അവകാശമല്ല ഞാൻ പറയുന്നത്. ഈ ഭൂമിയിൽ സ്വർഗം നിങ്ങൾക്ക് ജീവിച്ചിരിക്കെ നൽകി തരുമെന്ന് പറഞ്ഞ സകല അവകാശങ്ങളും ഇവിടെ നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നിത്യതയിലുള്ള അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതം കർത്താവുമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാ നന്മകളാലും ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.